നമ്മുടെ സമ്മർ സീസൺ എന്ന് പറയുന്നത് ഗ്രീഷ്മ ഋതുവായിട്ടാണ് ആയുർവേദത്തിലും ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ സീസണിലും ഓരോ സമയത്തും ചെയ്തു വരേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസിക്കൽ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നല്ലപോലെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗ്രീഷ്മ ഋതുചര്യയിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് മാർച്ച് മുതൽ മെയ് വരെ, മാർച്ച് ഏപ്രിൽ മെയ് സമയങ്ങളിൽ നമ്മുടെ ചൂട് കാലാവസ്ഥയും വരണ്ട കാലാവസ്ഥയൊക്കെ കാരണം നമ്മുടെ ദഹന ശക്തി വളരെയധികം കുറഞ്ഞിരിക്കുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മുടെ ആ ഒരു ദഹനശേഷി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട്, വലിയ കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടുള്ള ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്യൂരിഫിക്കേറ്ററി തെറാപ്പീസുമാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. മധുരരസപ്രധാനമായിട്ടുള്ള വളരെ ലഘുവായിട്ടുള്ള ജലാംശം കൂടുതലായിട്ട് ശരീരത്തിൽ നിലനിർത്താനായിട്ട് സഹായിക്കുന്ന, ശരീരോഷ്മാവിനെയൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള ലഘുവായ ഭക്ഷണങ്ങളാണ് ഈ സമയത്ത് കഴിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അതിൽ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പകൽ കുറച്ച് സമയമെങ്കിലും ഉറങ്ങാം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു കാലഘട്ടമാണ് ഗ്രീഷ്മ ഋതു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സമ്മർ സീസൺ എന്ന് പറയുന്നത്. ലഘുവായിട്ടുള്ളതും പിന്നെ തിന്നായിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ വേണം ഈ സമയത്ത് ധരിക്കാൻ എന്നുള്ളത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും കൂളായിട്ടുള്ള ഇൻഡോറായിട്ടുള്ള സ്ഥലങ്ങളിൽ വേണം നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കാൻ. പുറത്ത് സണ്ണൊന്നും അധികം എക്സ്പോഷർ ആവാൻ പാടില്ല. പിന്നെ അധികമായിട്ടുള്ള എക്സസൈസുകൾ, വ്യായാമങ്ങളും എക്സേർഷൻ ആവുന്നതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതുകൊണ്ട് രാവിലെ നേരത്തെ അന്തരീക്ഷത്തിൽ കുറച്ച് ഒരു തണുപ്പുള്ള സമയത്ത് ഏറ്റവും ഏർലി മോർണിംഗിൽ ലഘുവായിട്ട് വളരെ കുറച്ച് സമയം മാത്രം എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു സമ്മർ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും പുറമേ ഉള്ള ട്രീറ്റ്മെൻറ്റുകളായാലും ലൈഫ് സ്റ്റൈലിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ സാൻഡൽവുഡ് പേസ്റ്റ് പോലെയുള്ള, നമ്മുടെ ഈ ചന്ദനം പൂശുക എന്നുള്ളത് പറയില്ലേ, അപ്പോൾ ചന്ദനം പൂശുന്നത് പോലെയുള്ളതും, പിന്നെ തലയിലേക്കായാലും ചന്ദനാദി തൈലം കൊണ്ടുള്ള ധാര, അതൊക്കെ നമ്മുടെ ഓരോ വ്യക്തിയുടെയും ശരീരപ്രകൃതി അനുസരിച്ച് അവരുടെ രോഗാവസ്ഥ എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം തലയിലേക്ക് അങ്ങനത്തെ ധാരകൾ ചെയ്യാം. പുറമെ ബോഡിയിലേക്കായാലും ഇപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും കുളിക്കാനൊക്കെ ആയിട്ടുള്ള വെള്ളം കൊടുക്കുമ്പോഴും അതിൽ ചന്ദനം, രാമച്ചം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള, പിന്നെ ഈ ഇതില്ലേ നീം ലീവ്സ്, ആര്യവേപ്പിൻ്റെ ഇല, അങ്ങനെ ശരീരത്തിന് കുളിർമ കൂട്ടുന്ന തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ടുള്ള വെള്ളം തിളപ്പിച്ചിട്ട് അതൊന്ന്, ആ തിളപ്പിച്ച വെള്ളം ഒന്ന് കുറച്ച് ആറിയതിന് ശേഷം മാത്രം ആ വെള്ളം കുളിക്കാനായിട്ടൊക്കെ കൊടുക്കുക പേഷ്യൻസിന്, കസ്റ്റമേഴ്സിന്. ഇനി ഈ തലയിൽ ധാര ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ദിവസങ്ങൾ ചെയ്താൽ ചില ആൾക്കാർക്കത് നീരിറക്കത്തിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ തീരുമാനിക്കേണ്ടത് അവരവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. പിന്നെ ബോഡിയിലേക്ക് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചകർമ്മ തെറാപ്പികളെല്ലാം തന്നെ ചെയ്യാൻ പറ്റും. അതിൽ എക്സെപ്റ്റ് വളരെയധികം എക്സോസ്റ്റഡ് ആവുന്ന ഡയറിയ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, വസ്തി ചിലപ്പോൾ നമുക്ക് ഒഴിവാക്കാം, വമനം അതുപോലെ തന്നെ അധികമായിട്ട് വേണമെന്നില്ല. പക്ഷേ എല്ലാം ഒരു അത്യാവശ്യം നല്ല ഒരു ശേഷിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പഞ്ചകർമ്മ തെറാപ്പീസൊക്കെ മൈൽഡായിട്ട് ചെയ്യാൻ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല അവരവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച്. പക്ഷേ ഡീഹൈഡ്രേഷൻ കൂട്ടുന്ന രീതിയിലുള്ള പ്യൂരിഫിക്കേറ്ററി തെറാപ്പീസ് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാണ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒഴിച്ചിലൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഉച്ച സമയങ്ങളിലൊന്നും ചെയ്യാതിരിക്കുക. ഏർലി മോർണിംഗിലോ ലേറ്റ് ഈവനിങ്ങിലോ ആയിട്ട് ഉഴിച്ചിലുകളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ പകലൊക്കെ കൂടുതൽ ഉഴിച്ചിലൊക്കെ നടത്തി സ്റ്റീമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ വല്ലാതെ ചൂടുകുരൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ പാദാഭ്യംഗം എന്ന് പറഞ്ഞാൽ ഫുട്ട് മസാജിനും പിന്നെ തലയിൽ ഹെഡ് മസാജിനും നല്ല പ്രയോറിറ്റി കൊടുക്കുന്നൊരു സമയമാണ്. കാരണം നല്ലപോലെ കൂളിങ് ശരീരത്തിന് കിട്ടാനായിട്ട് ഈ രണ്ട് ഭാഗങ്ങൾ, ടോപ്പും ബോട്ടും നല്ലപോലെ മസാജ് ചെയ്താൽ മതി എന്നുള്ള ഒരു സങ്കല്പമുണ്ട്. അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ തലയിലുള്ള ധാര, ഹെഡ് മസാജ്, ഫുട്ട് മസാജ്, പിന്നെ ശരീരത്തിലും ഈ മസാജും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏർലി മോർണിംഗ് ലേറ്റ് ഈവനിങ് ഒക്കെ ചെയ്യുക. അതിനുശേഷം കുളിക്കുമ്പോൾ ഈ രാമച്ചം, ചന്ദനം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചേർത്തിട്ടുള്ള വെള്ളം തിളപ്പിച്ച്, ആര്യവേപ്പിൻ്റെ ഇല, അങ്ങനെ കുളിർമ നൽകുന്ന ഇതുകളൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ കുളിക്കാൻ പറയാം. പ്യൂരിഫിക്കേറ്ററി തെറാപ്പി, പഞ്ചകർമ്മ തെറാപ്പികൾ മൈൽഡായിട്ടൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അധികം ഹെവി ഡീഹൈഡ്രേഷൻ വരാതിരിക്കണം പേഷ്യൻറ്റിന്. ഇനി ഭക്ഷണത്തിലാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കണം.
അതിൽ ഇനി പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല സമ്മറിലാവുമ്പോൾ. പക്ഷേ ഈ കഫീൻ അടങ്ങിയിട്ടുള്ള കാപ്പി, ചായ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കിയാലാണ് നല്ലത്. കാരണം അത് കൂടുതൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും. പിന്നെ സ്പൈസി, ഓയിലി, ഫാസ്റ്റ് ഫുഡ്, ഫ്രൈഡ് ഫുഡൊക്കെ ഒഴിവാക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിക്കാവുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് ലഘുവായിട്ടുള്ളതും വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം കഴിക്കാനായിട്ട്. അപ്പോൾ അതിലൊന്ന് ഇടയ്ക്കിടയ്ക്ക് പാലും വെള്ളം കുടിക്കുക, പിന്നെ കരിക്കിൻ വെള്ളം ഇടവിട്ട് കുടിക്കുക, ലസ്സി പോലെ ഉണ്ടാക്കി അത് കുടിക്കാം, പിന്നെ സംഭാരം ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. പിന്നെ മധുര കൂടുതലായിട്ടുള്ള രീതിയിലുള്ള ഫ്രൂട്ട്സുകൾ, ഇപ്പോൾ വാട്ടർ മെലൺ പോലെ, തണ്ണിമത്തൻ പോലത്തെ ഫ്രൂട്ട്സൊക്കെ നല്ലപോലെ കഴിക്കാം. പിന്നെ ആയുർവേദത്തിൻ്റെ കുറച്ച് സ്പെഷ്യൽ ഡ്രിങ്കുകളുണ്ട്. അതിലൊന്നാണ് ഖർജൂരാതിമന്ത എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡേറ്റ്സ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട്, ഡേറ്റ്സും പിന്നെ നെല്ലിക്ക, പിന്നെ നമ്മുടെ പൊമഗ്രാനൈറ്റ്, പ്രൂൺസൊക്കെ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രിപ്പറേഷനാണ്. അപ്പോൾ അത് ഖർജൂരാതിമന്തം എന്നാണ് പറയുക. പിന്നെ ഒരു സത്തു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത്, അതായത് ഈ ഗോതമ്പും പിന്നെ നമ്മുടെ ചണയില്ലേ, ചണയുടെയൊക്കെ പൗഡറാണ്. ആ പൗഡറിനെ പല രീതിയിൽ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ചിലർ അതിൽ ജസ്റ്റ് വെറുതെ വെള്ളം ചേർത്ത് നാരങ്ങ, ഒരു ഹാഫ് നാരങ്ങയൊക്കെ പിഴിഞ്ഞു വെച്ച് അങ്ങനെ കഴിക്കും. വേറെ ചിലർ അതിൽ വേറെ ഓരോന്നൊക്കെ, ഇപ്പോൾ ബംഗ്ലാദേശ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അവർ ഉണ്ടാക്കുന്ന കണ്ടിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ സ്പൈസസൊക്കെ ആഡ് ചെയ്ത്, ജലജീരയൊക്കെ ആഡ് ചെയ്തിട്ട് വേറൊരു രീതിയിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസിക്കൽ പ്രിപ്പറേഷനുണ്ട്. ക്ലാസിക്കൽ പ്രിപ്പറേഷനിൽ പറയുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഈ കൽക്കണ്ടോ ശർക്കരയോ ചേർത്തിട്ടുള്ള ഒരു പാനകം തയ്യാറാക്കി ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. പിന്നെ മല്ലി അല്ലെങ്കിൽ മല്ലിയില, അല്ലെങ്കിൽ അതിൻ്റെ കൊത്തമല്ലി ബീജം അല്ലെങ്കിൽ ജീരകം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താലും നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഇഞ്ചിയൊക്കെ ചേർക്കാം. കാരണം എന്താ വെച്ചാൽ ഒന്നും കൂടെ ദഹനം ഇമ്പ്രൂവ് ആകാനായിട്ട് പറ്റും. ഇതെന്തിനാന്ന് വെച്ചാൽ അപ്പറ്റൈസറാണെന്ന് മാത്രമല്ല, ദഹനത്തിന് വളരെ നല്ലതുമാണ്. ക്ഷീണം മാറ്റും, പിന്നെ നല്ലപോലെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീലിംഗ് കിട്ടും. കണ്ണിൻ്റെ രോഗങ്ങൾ, നേത്രരോഗങ്ങൾ, കണ്ഠരോഗങ്ങളും വളരെയധികം തടയാനായിട്ട് സഹായിക്കുന്ന പ്രിപ്പറേഷനാണ് സത്തു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു പഞ്ചരസ പാനകം ഇതുപോലെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മുന്തിരിങ്ങയും മാങ്ങയും പിന്നെ റോസ് പെറ്റൽസും ലോട്ടസ് പെറ്റൽസൊക്കെ ഇട്ടിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ, രാഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിപ്പറേഷനും മെൻഷൻ ചെയ്യും. പിന്നെ ഏറ്റവും കൂടുതൽ ഈ സമയത്ത് ആളുകൾക്ക് ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത് വയറുവേദന, വയറിളക്കം, പിന്നെ റാഷസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, സ്കിൻ പ്രോബ്ലംസ് റിലേറ്റഡ് ആയിട്ട്. കാരണം വിയർപ്പ് കൂടുതലിരിക്കുമ്പോൾ വിയർപ്പ് വന്നിട്ടുള്ള അസുഖങ്ങളുണ്ടാവും, സ്കിൻ ഡിസീസുകൾ, ചൂടുകുരു പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ലേപനങ്ങൾ, മാസ്കുകളൊക്കെ വരുന്ന പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റായിട്ട് കൊടുക്കാം. അതായത് ഇപ്പോൾ നാച്ചുറോപ്പതിക്കാരൊക്കെ ചെയ്യുന്ന പോലെ ഒരു മഡ് പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചില ഭാഗങ്ങളിലൊക്കെ വയറിൽ ഒരു മഡ് പാക്ക് ഇടാം. അങ്ങനത്തെയൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള പാക്ക് ട്രീറ്റ്മെൻറ്റ്സുകളൊക്കെ ഈ സമയത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു റിസോർട്ട് സ്റ്റൈലിൽ അവർ വരുമ്പോഴത്തേക്കും ഹെഡ് മസാജും ഫുഡ് മസാജും ബോഡി മസാജ് പിന്നെ ഇങ്ങനെയുള്ള വെള്ളം തിളപ്പിച്ച് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഏതെങ്കിലും ഒരു സമയത്ത് മഡ് പാക്ക് തെറാപ്പികൾ, ചന്ദനും മുൾട്ടാനി മിട്ടി പോലെയുള്ള അങ്ങനെ ശരീരം കൂളിംഗ് ആകുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ചേർത്തിട്ട് ഇത് കൊടുക്കാം. പിന്നെ ബോഡി പോളിഷൊക്കെ ചെയ്യാവുന്നതാണ്. ഒരു സ്കിൻ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് നവര കൊണ്ട് ബോഡി പോളിഷൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നവര പൊതുവേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ശരീരം തണുപ്പിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അത് ഇൻഡിക്കേറ്റഡ് ആണ് ഈ ഒരു സമയത്ത്. പിന്നെ നമുക്കിപ്പോൾ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ് ഷഡംഗപാനീയം എന്ന് പറയുന്നത്. ഷഡംഗപാനീയം വാങ്ങിയിട്ട് വെള്ളം തിളപ്പിച്ച് ചുക്കുവെള്ളം കുടിക്കുന്ന പോലെ അത് കുടിക്കുക. അപ്പോൾ ബോഡി നല്ലപോലെ കൂളാവും. പനിയുള്ള സമയത്തൊക്കെ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് ഷഡംഗപാനീയം.